രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലെ നിർണായക തീരുമാനങ്ങൾ പുറത്തുവരുന്ന മണിക്കൂറാണിത്. തീർപ്പ് കൽപ്പിക്കാനുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പിഴയിൽ 50% ഇളവ് നൽകും. 2000 രൂപ കർഷക പെൻഷൻ 10,115 പേർക്ക് കൂടി അനുവദിക്കും. ഉരുൾ ദുരന്തം ബാധിച്ച 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൗൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1157 പുതിയ അധ്യാപക തസ്തികകൾ നൽകും. തുടങ്ങി വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഈ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, വലിയങ്ങാടിയിലെ സ്ലാബ് തകർന്ന് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ വിവരങ്ങളുമായി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഈ പറഞ്ഞ പോലെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം, അതും 2 ദിവസമായി നീണ്ട മന്ത്രിസഭാ യോഗം, 100ലേറെ കാര്യങ്ങൾ അജണ്ടയായി വന്ന മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നുള്ള നിർണായകങ്ങളായ തീരുമാനങ്ങൾ വരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനം ഈ കർഷക പെൻഷൻ, അതേപോലെ തന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വയനാട് ടൗൺഷിപ്പ് മാതൃകയിൽ ഉന്നതികളിൽ ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുക, അതൊക്കെ വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, അർജുൻ? സേതു പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കഴിഞ്ഞത്. ഇന്നലെ രാത്രി 7 മണിക്ക് ചേർന്ന് ഏറെ നേരം മന്ത്രിസഭാ യോഗം, അവസാന മന്ത്രിസഭാ യോഗം ഏറെ നീണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ, അതിൽ 50% ഇളവ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. 2024 ഡിസംബർ 31 വരെയുള്ള ട്രാഫിക് ലംഘനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പിഴയിലാണ് 50% ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ആംനസ്റ്റി സ്കീം പുറപ്പെടുവിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏപ്രിൽ 30 വരെ, അതായത് അടുത്ത മാസം 30 വരെ ആ തീയതിക്കുള്ളിൽ ഈ ട്രാഫിക് പിഴ അടയ്ക്കാമെന്നുള്ള ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ ഈ 50% ഇളവ് ലഭിക്കും. ഈ ഒരുപാട് ഫൈനുകൾ വരുന്നു, അത് അടയ്ക്കാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ ഉയർന്ന തുക, ഇതൊക്കെ ആളുകളെ ഫൈൻ അടയ്ക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 50% ഇളവ് കൊടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഫൈൻ ഈടാക്കുന്നത് അടയ്ക്കാതെ ഒരുപാട് കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് പരിഹരിക്കാൻ എന്ന നിലയ്ക്കാണ് സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. രണ്ടാമത്തേത് കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്ന തീരുമാനമാണ്. അതായത് 10,115 കർഷകർക്ക് കൂടി 2,000 രൂപയുടെ പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, പുഞ്ചിരിമട്ടം, എറാട്ടുകുണ്ട്, വില്ലേജ് റോഡ്, ഈ സ്ഥലങ്ങളിലെ ഉന്നതികളിലുള്ള ആളുകൾക്ക് ഏതാണ്ട് 13 കുടുംബങ്ങൾക്കാണ് വയനാട് ടൗൺഷിപ്പ് മാതൃകയിൽ വീട് ഒരുക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. മറ്റൊന്ന്, അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് 1857 തസ്തികകൾ കൂടി പുതുതായി സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 655 സർക്കാർ സ്കൂളുകളാണ് അധിക തസ്തിക സൃഷ്ടിക്കുക. 1202 എയ്ഡഡ് സ്കൂളുകളിലും അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, നേരത്തെ ഈ വലിയങ്ങാടിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരിച്ച 4 പേരുടെ കുടുംബങ്ങൾക്ക് 7 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ ജലീൽ എന്ന ആളുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. നിർണായകങ്ങളായ മന്ത്രിസഭാ തീരുമാനങ്ങളാണ് അർജുൻ പ്രേക്ഷകർ.